നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചാനൽ 5+ലേക്ക് സ്വാഗതം. വാഹന അപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് 11.5 കോടി രൂപ നഷ്ടപരിഹാരമായി ലഭിച്ച ഒരു വാർത്തയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. തുണയായത് ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് നടത്തിയ നിയമ പോരാട്ടം. ദുബായിലാണ് വാഹനാപകടം ഉണ്ടായത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് 11.5 കോടി രൂപ, അതായത് 5 മില്യൺ ദിറംസ് നഷ്ടപരിഹാരം വിധിച്ച ദുബായ് കോടതി. വാഹനാപകടത്തിൽ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്ന രണ്ടാമത്തെ കേസാണ് ഇത്. ഈ രണ്ട് റെക്കോർഡുകളും നേടിയെടുത്തിരിക്കുന്നത് ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് ആണ്. 2022 മാർച്ച് 26 നടന്ന ഒരു അപകടമാണ് കേസിന് ആധാരമായിരിക്കുന്നത്. 5 പേരടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പ്രവാസിയായ പിതാവിന് ഒരു കൈത്താങ്ങായാണ് മലപ്പുറം കൂരാട് കുമ്മാളി വീട്ടിൽ ഉമ്മർ മകൻ ഷിഫിൻ പ്രവാസ ലോകത്തേക്ക് എത്തുന്നത്. അലൈനിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്ക് കയറിയതാണ് ഷിഫിൻ. ബഖാലയിൽ നിന്നും മോട്ടോർ സൈക്കിളിൽ സാധനങ്ങളുമായി പോയ ഈ 22-കാരനെ ഒരു സ്വദേശി ഓടിച്ച കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഷിഫിന് കാര്യമായ പരിക്കേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ കാർ ഓടിച്ചിരുന്നയാൾ വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പിന്നീട് CCTVയുടെ സഹായത്തോടെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഷിഫിന് അലൈനിലെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നെങ്കിലും തലയ്ക്ക് കാര്യമായ പരിക്കേറ്റിരുന്നു. ഏക മകന്റെ ദാരുണമായ അപകടത്തിന്റെ വിവരമറിഞ്ഞ പിതാവ് സൗദിയിലെ ജോലിയും വിട്ട് അലൈനിലെ ആശുപത്രിയിൽ എത്തി. 2 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം അലൈനിലെ സർക്കാർ ആശുപത്രിയിൽ നിന്നും അലൈനിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫിനെ മാറ്റി. അരുമ മകന്റെ കണ്ണോ കാലോ അനങ്ങുന്നത് കാണുവാനായി പിതാവ് 1.5 വർഷത്തോളം വെന്റിലേറ്ററിന് പുറത്ത് കാവലിരുന്നു. തലച്ചോറിനേറ്റ പരിക്കു മൂലം ഈ യുവാവിന്റെ 10ഓളം അവയവങ്ങൾക്ക് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതായി വൈദ്യശാസ്ത്രം വിധിയെഴുതി. ഷിഫിനെ പിന്നീട് അബുദാബിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുണ്ടായി. UAEയുടെ ചികിത്സയും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും ഷിഫിൻ ശിരസ് അനക്കുവാൻ തുടങ്ങി. അതേ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി ഷിഫിനെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാനായി തീരുമാനിക്കപ്പെട്ടു. ഷിഫിന്റെ ദാരുണമായ അപകടത്തിന്റെ കേസ് ഷാർജ ആസ്ഥാനമായ ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ് സീനിയർ കൺസൾട്ടന്റ് ഈസ അനീസ്, അഡ്വക്കേറ്റ് UC അബ്ദുള്ള, അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ ചേർന്ന് കേസ് ഏറ്റെടുക്കുകയായിരുന്നു. ദുബായ് കോടതിയിൽ നടന്ന കേസിനെ തുടർന്ന് ഷിഫിന്റെ നിലവിലെ ദുരിതപൂർണമായ ജീവിതാവസ്ഥ മനസ്സിലാക്കിയ ഇൻഷുറൻസ് അതോറിറ്റി കോർട്ട് ഷിഫിന് നഷ്ടപരിഹാരമായി 2.8 മില്യൺ ദിർഹം വിധിച്ചിരുന്നു. എങ്കിലും ഷിഫിന്റെ ശാരീരിക മാനസിക അവസ്ഥ പരിഗണിച്ച് കൂടുതൽ തുക ലഭിക്കാനുള്ള കേസുമായി ഷിഫിന്റെ അഭിഭാഷകർ മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്നുള്ള കോടതി നിയമ നടപടികളിലൂടെ നഷ്ടപരിഹാര തുക 5 മില്യൺ ദിർഹംസ് ആക്കി ഉയർത്തിയെടുക്കുകയും പിന്നീട് ഈ വിധി ചോദ്യം ചെയ്ത ഇൻഷുറൻസ് കമ്പനി അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്ത അപ്പീലുകളിലെ വിധികളിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം നൽകുവാൻ ഇൻഷുറൻസ് കമ്പനിയോട് അന്തിമ ഉത്തരവ് ഇടുകയായിരുന്നു. ഇതിനു മുൻപ് ദുബായ് റാഷിദിയയിലുണ്ടായ ഒമാൻ ബസ് അപകടത്തിൽ ഇരയായ ഇന്ത്യൻ യുവാവിന് സുപ്രീം കോടതി 5 മില്യൺ ദിർഹംസ് നഷ്ടപരിഹാരം വിധിച്ചിരുന്നു. ഈ കേസിലും ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് ആണ് നിയമസഹായം നൽകിയത്. ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് മുഖ്യ ഉപദേഷ്ടാവ് ഷരീഫ് അൽവർദയുടെ മേൽനോട്ടത്തിൽ UAE അഡ്വക്കേറ്റുമാരായ ഹസൻ അഷൂർ അൽമുല്ല, അഡ്വക്കേറ്റ് ഫരീദ് അൽ ഹസൻ എന്നിവരാണ് ഇൻഷുറൻസ് അതോറിറ്റി മുതൽ സുപ്രീം കോടതി വരെയുള്ള വിവിധ കോടതികളിൽ നടന്ന കേസുകൾക്ക് ഹാജരായത്. അമീർ PTയുടെ നേതൃത്വത്തിലുള്ള അലൈൻ KMCC പ്രവർത്തകരുടെ അകമഴിഞ്ഞ സേവനവും പിന്തുണയും ഈ വിഷയത്തിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. സന്ധ്യ രഘുകുമാർ.